ഡിഫറൻസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാവേണ്ടി വരും. നമ്മൾ സാധാരണ പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എല്ലാവരും പറയും മാറ്റത്തിന് മാത്രം മാറ്റമില്ല, മാറ്റം മാത്രമാണ് സ്ഥിരമായിട്ടുള്ളത്. ഓൺലി ചേഞ്ച് ഈസ് കോൺസ്റ്റൻറ്റ്. ദാറ്റ്സ് എ ഫാക്ട്. ഈ മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ 3 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 1, മാറ്റം ഉൾക്കൊള്ളാത്തവർ അവർ വിജയിക്കില്ല, അവർ പരാജയപ്പെടും. നമ്പർ 2, മാറ്റം ഉൾക്കൊള്ളുന്നവർ അതിജീവിക്കും, ദേ സർവൈവ്. മാറ്റം ഉണ്ടാക്കുന്നവർ ലീഡേഴ്സായിട്ട് മാറും, അവരാണ് ഹൈലി സക്സസ്ഫുൾ ആയി മാറും. ഇങ്ങനെ 3 തരത്തിലുള്ള ആൾക്കാരാണ് മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കാം. നമ്മൾ അതിൽ ഏതിലാണ് പെട്ടിരിക്കുന്നത്? നമുക്കറിയാം, ഒരു കാലത്ത് എല്ലാവരിലും ഉണ്ടായിരുന്ന മൊബൈൽ നോക്കിയ ആയിരുന്നു. ബ്രാൻഡഡ് 1, വേൾഡിലെ നമ്പർ 1, കസ്റ്റമേഴ്സ് ഡിമാൻഡ് ചെയ്തിരുന്ന പ്രോഡക്റ്റ്. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരുടെ കയ്യിലും, ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും, നോട്ട് കംപ്ലീറ്റ്, നോട്ട് 100%, 90% എനിക്ക് തോന്നുന്നത് എല്ലാവരുടെ കയ്യിലും നോക്കിയ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കിയാൽ പോലും നോക്കിയനെ കാണില്ല. എവിടെ നോക്കിയാലും നോക്കിയ ഇപ്പോൾ നോക്കിയാൽ പോലും കാണില്ല. എന്നാൽ മൊബൈൽ കാണാനുണ്ട്. മൊബൈൽ ഔട്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഫണ്ടമെന്റൽ മാറ്റം വന്നിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും ഉണ്ട്, മൊബൈൽ ഇപ്പോഴും ഉണ്ട്, പക്ഷേ നോക്കിയ ഔട്ടായി. മാറ്റത്തെ ഉൾക്കൊണ്ടില്ല. ഇത് തന്നെയാണ് ഫാക്ട്. ഇത് എല്ലാവർക്കും ബാധകമാണ്. ബിസിനസ് ഹിസ്റ്ററിയിൽ മാത്രമല്ല, എനി പ്രൊഫഷൻ. മാറ്റം ഉണ്ടാക്കുന്നവർ ലീഡേഴ്സ് ആവുന്നു. കുറേ ആൾക്കാർ, ഇപ്പോൾ സ്റ്റീവ് ജോബ്സ് മാറ്റം ഉണ്ടാക്കിക്കൊണ്ട വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് ലോകത്തിലെ ഒരു കോർപ്പറേറ്റ് ജയൻറ്റിനെ പറപ്പിക്കാൻ പറ്റുന്ന കോമ്പറ്റീഷനിൽ. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ആപ്പിൾ എന്ന് പറയുന്ന സ്മാർട്ട് ഫോണുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഇന്നോവേഷൻ റൂൾസ് വേൾഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം അത് മുൻകൂട്ടി കണ്ടു. അപ്പോൾ അങ്ങനെ കാണുന്നവരാണ് ലെജൻഡ്സ് ആവുന്നതും എന്താവുന്നതും ലീഡേഴ്സ് ആവുന്നതും. നമുക്കറിയാം, മാർക്കറ്റ് ട്രാൻസിഷൻ എന്ന കോൺസെപ്റ്റ് ഉണ്ട്. എന്താണ് മാർക്കറ്റ് ട്രാൻസിഷൻ? എപ്പോഴും പുതിയ പുതിയ കാലം വന്നുകൊണ്ടിരിക്കും. മാർക്കറ്റിൽ എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പം മാർക്കറ്റ് ട്രാൻസിഷന് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഫീൽഡിൽ തെറിച്ചു പോകും. ഇപ്പോൾ ഒരു പ്രൊഫഷണലാണെങ്കിലും ഒരു ബിസിനസ്സുകാരനാണെങ്കിലും മാർക്കറ്റിൽ വരുന്ന ട്രാൻസിഷനെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. അങ്ങനെ ചെയ്യാത്തവർക്ക് ഒരു കാരണവശാലും ഫീൽഡിൽ നിൽക്കാൻ പറ്റില്ല. അത് എപ്പോഴുള്ള കാര്യമാണ്. നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ എത്രമാത്രം കോൺഷ്യസ് ആണ് മാർക്കറ്റ് ട്രാൻസിഷനിൽ. അപ്പോൾ അറിയാൻ പറ്റും, ആർ വി ഓൺ ദ റൈറ്റ് ട്രാക്ക് ഓർ നോട്ട്. ജീവിതത്തിൽ നിന്റെ തീരുമാനം ശരിയായിരുന്നു, നിന്റെ തീരുമാനം തെറ്റായിപ്പോയെന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. നമ്മളും പറഞ്ഞിട്ടായിരിക്കും. പക്ഷേ അപ്പം എന്താണ് ശരിയായ തീരുമാനം, എന്താണ് തെറ്റായ തീരുമാനം? അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ആലോചിച്ചൊരു തീരുമാനം എടുക്കുന്നു. ആ തീരുമാനമെടുത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, എന്താണ് നേടാൻ ഉദ്ദേശിച്ചത്, അത് നേടിക്കഴിയുമ്പോൾ ആൾക്കാർ പറയും, ഹാ, ദാറ്റ് വാസ് എ റൈറ്റ് ഡിസിഷൻ. അത് നേടിയില്ലെങ്കിൽ പറയും, ദാറ്റ് വാസ് യുവർ റോങ് ഡിസിഷൻ. അപ്പം എന്താണ് ഒരു തീരുമാനത്തെ റൈറ്റ് റോങ് ആക്കുന്നത്? അച്ചീവ്മെൻറ്റ്, റിസൾട്ട്. അപ്പോൾ ഒരിക്കലും ഒരാൾ തീരുമാനം എടുക്കുമ്പോൾ റൈറ്റ് റോങ് എന്ന കോൺസെപ്റ്റ് ഇല്ല, തെറ്റാണത്. റിസൾട്ട് മാറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾ എന്ത് സ്വപ്നം കണ്ടാലും, എന്താഗ്രഹിച്ചാലും, എന്ത് തീരുമാനിച്ചാലും അത് റിസൾട്ടായിട്ട് വരുമ്പോഴാണ് ജനങ്ങൾ പറയുക റൈറ്റ് ഓർ റോങ്. അതുകൊണ്ട് തീരുമാനം എടുക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇത് റൈറ്റ് ആവോ റോങ് ആവോ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. നിങ്ങളാണ് അതിന് എല്ലാം കൊടുക്കുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് നടപ്പിലാക്കാം, നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് നേടാം. സോ അപ്പോൾ പറയുന്നതാണ് റൈറ്റ് ഓർ റോങ് ഡിസിഷൻ പറയുന്നത്. ബട്ട് ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് വെൻ യു ടേക്ക് എ ഡിസിഷൻ. ജീവിതത്തിൽ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഞാൻ തോറ്റുപോയിടോ, ശരിയായില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്നുകിൽ സക്സസ് അല്ലെങ്കിൽ ലേണിംഗ്. ഐദർ സക്സസ് ഓർ ലേണിംഗ്. ഒന്നുകിൽ വിജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും എന്ന് പറയാൻ പാടില്ല. ഒന്നുകിൽ വിജയിക്കും അല്ലെങ്കിൽ പഠിക്കും. നമ്മൾ ആഗ്രഹിച്ച കാര്യം നേടാൻ പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നറിയാം, നമുക്ക് ഇനിയും അവിടേക്ക് എത്താനുള്ള പഠനങ്ങളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്, അല്ലെത്തില്ല. അപ്പോൾ ഒരിക്കലും പരാജയപ്പെട്ട വേർഡ് ഉപയോഗിക്കരുത്. ടിൽ യു ഗീവ് അപ്പ് യുവർ ഗോൾ യു ആർ നോട്ട് എ ഫെയിലർ. അതുകൊണ്ടാണ് ഐൻസ്റ്റീൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, യു മേ ഫെയിൽ ബട്ട് യു ആർ നോട്ട് എ ഫെയിലർ. അതിന് അറ്റംപ്റ്റിൽ ഒരു പക്ഷേ ഉദ്ദേശം അവർ കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം എന്താ, നമ്മുടെ നോളജ് പെർഫെക്റ്റ് ആവണമെന്നില്ല, നമ്മുടെ സ്കില്ല് പെർഫെക്റ്റ് ആവണമെന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തേക്ക് നമ്മുടെ കഴിവുകൾ വലുതാവണമെന്നില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഡ്രീമിലേക്ക് നമ്മുടെ അറിവും കഴിവും ഡെവലപ്പ് ചെയ്യുക, അവിടേക്ക് എത്താം. അപ്പോൾ അതെന്തോ റിയാലിറ്റി. അങ്ങനെ റിയാലിറ്റി ആകുമ്പോൾ ഞാൻ സക്സസ്ഫുൾ. ഒരിക്കലും ചിന്തിക്കരുത് എന്ത് ഞാൻ പരാജയപ്പെട്ടു എന്ന്. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യൂ. എക്സ്പെരിമെൻ്റ് ചെയ്യാതെ എക്സ്ട്രാ ഗ്രോത്ത് ലോകത്തുണ്ടായിട്ടില്ല, ഒരു ഫീൽഡ് ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് എല്ലാ കമ്പനികളും പരീക്ഷയിൽ ഏർപ്പെടുന്നത്.
അതുകൊണ്ടാണ് എല്ലാ പ്രൊഫഷണൽസും എക്സ്പെരിമെൻ്റ് നടത്തുന്നത്. തിങ്ക് ഓഫ് എ സയൻറ്റിസ്റ്റ്, എത്രയോ എക്സ്പെരിമെൻറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നത്, ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ദർ ഈസ് നോ ഫെയിലിയർ അറ്റ് ഓൾ ടിൽ യു ഗിവ് അപ്പ് യുവർ ഗോൾ. നമ്മൾ ആഗ്രഹിച്ചത് നമ്മൾ അത് ഉപേക്ഷിക്കുന്നവരെ അവിടെ ഫെയിൽ എന്ന വേർഡ് ഉപയോഗിക്കല്ലേ പ്ലീസ്, അത് തെറ്റാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും തോറ്റു കൊടുക്കരുത്. കാരണം എന്താ, വിന്നേഴ്സിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് നടത്തിയിട്ടാണ് അവിടേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്തു പോകും. സോ എവറി എക്സ്പെരിമെൻ്റ് ഈസ് എ ലേണിംഗ് പ്രോസസ്. അതുകൊണ്ടാണ് മഹാനായ തോമസ് എഡിസൺ പറഞ്ഞത്, ഈച്ച് അറ്റംപ്റ്റ് ഡിസ്കാർഡഡ് ഈസ് വൺ മോർ സ്റ്റെപ്പ് ഫോർവേഡ്. നമ്മൾ പരീക്ഷ നടത്തിയിട്ട് അത് വേണ്ടെന്ന് വെച്ചാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ടാണ് പോകണമെന്ന്. ഇനി അത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹം 10,000 പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ ചോദിച്ചു, 10,000 പരീക്ഷ നടത്തി ബൾബ് എത്തിക്കാൻ വേണ്ടി, ബൾബ് എത്തണില്ല. ഒരു ചോദ്യം ചോദിച്ചോളൂ, മിസ്റ്റർ എഡിസൺ നിങ്ങൾക്ക് നിരാശയില്ലേ? 10,000 പേരെ എക്സ്പെരിമെൻ്റ് എടുത്ത് ബൾബ് കത്തുന്നില്ലല്ലോ, അത് മനസ്സിലാക്കിയല്ലേ? അപ്പം നിരാശ വന്നിരുന്നില്ലേ? അദ്ദേഹം പറയുന്നു, എനിക്കൊരു സത്യം മനസ്സിലായി, 10,000 പരീക്ഷ നടത്തിയിട്ടും ബൾബ് കത്തില്ല മനസ്സിലായി. ഇനി അടുത്ത് നോക്കിയാൽ മതിയില്ല, ഇത് നോക്കണ്ടല്ലോ. വാട്ട് ആൻ ആറ്റിറ്റ്യൂഡ്. നമ്മളൊരു 3-4 കഴിയുമ്പോഴേക്കും ഗുഡ് ബൈ, ഇതൊന്നും നേരെയാവില്ല. അപ്പോൾ ഈ മഹാന്മാരെ മനസ്സെന്ന് പഠിക്കുന്ന ശരിക്കും അവരെ കണ്ടുപിടിക്കുന്നവരെ അവരതിൻ്റെ പുറകിലായിരിക്കും. ഒരിക്കൽ തോമസ് എഡിസനെ നെപ്പോളിയൻ വിളിക്കാണ്. നെപ്പോളിയൻ എന്ന് പറഞ്ഞാൽ ഒത്തൻറ്റിക് റൈറ്റ്സ് ഓൺ ഹ്യൂമൻ സക്സസ് ട്രെയിനേഴ്സിൻ്റെ ഹിസ്റ്ററിയിൽ നമ്പർ 1 വയ്ക്കാവുന്ന വ്യക്തി. അതിൻ്റെ ഫേമസ് ബുക്കാണ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അദ്ദേഹം തോമസ് എഡിസണുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ നടക്കാം. അപ്പോൾ നെപ്പോളിയൻ ചോദിച്ചു, എഡിസണോട് ചോദിച്ചു, നിങ്ങൾ ബൾബ് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു ചോദിച്ചു. നല്ല ചോദ്യമല്ലേ? നിങ്ങളിപ്പോൾ ബൾബ് കണ്ടുപിടിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുമായിരുന്നു ചോദിച്ചു. എഡിസൺ മനോഹരമായി പറയുന്നു, നിങ്ങളുടെ ഒപ്പം നിന്ന് സമയം കളഞ്ഞ പകരം ഞാൻ ലബോറട്ടറിയിൽ ഉണ്ടാവുന്നു. എന്ത് കണ്ടുപിടിക്കാൻ? ബൾബ് കണ്ടുപിടിക്കും. ഇത് ആറ്റിറ്റ്യൂഡ്. ഞങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യില്ല. കാരണം എന്താ, എൻ്റെ ലക്ഷ്യം നേടുന്നതാണ് എൻ്റെ ഏറ്റവും വലിയ കാര്യം. ഇത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രോസസ്സിങ്. സോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് സ്വപ്നം കാണുന്നു അത് നേടാൻ പറ്റും. അതെന്താ കാരണം? വാൾട്ട് ഡിസ്നി ഒരിക്കൽ പറഞ്ഞു, ഇഫ് യു ക്യാൻ ഡ്രീം യു ക്യാൻ അച്ചീവ്. ആബ്സല്യൂട്ട്ലി ട്രൂ. അദ്ദേഹത്തിന് മനോഹരമായിട്ട് പറഞ്ഞറിയാം, സ്വപ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. കാരണം എന്തുകൊണ്ടെന്നറിയാം, ഇല്ലാത്തല്ലേ നിങ്ങൾ സ്വപ്നം കണ്ട. നമുക്കറിയാം, താജ്മഹൽ ആദ്യം പണിതത് ആഗ്രയിലല്ല, ഷാജഹാൻ്റെ ആഗ്രഹത്തിലാണ് താജ്മഹൽ വന്നത്. മുംതാസിന് വേണ്ടി പ്രേമത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതി ഉണ്ടാക്കിയെടുക്കണം, ഓർമ്മയ്ക്ക് വേണ്ടി. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു സ്ഥലം കണ്ടെത്തണം, ഇത് പണിയാനായിട്ട്. അങ്ങനെയാണ് ആഗ്രഹം കണ്ടെത്തുന്നത്. ഷാജഹാൻ ആഗ്രഹം ഒന്നില്ലായിരുന്നെങ്കിൽ, ഷാജഹാൻ ആഗ്രഹം ഒന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ആഗ്രയിൽ എന്തില്ല? താജ്മഹൽ ഇല്ല. അപ്പൊ എവ്രിതിങ് ഈസ് ഡൺ ട്വൈസ്, ഫസ്റ്റ് മെന്റലി ദെൻ ഫിസിക്കലി. റിലയൻസ് പിറന്നവിടെയാണ്, അംബാനിയുടെ മനസ്സിലാണ്. മൈക്രോസോഫ്റ്റ് പിറന്നവിടെയാണ്, വെൽഗേറ്റ്സ് ഉള്ളിലാണ്. ആംഗ്ലോ ഇന്ത്യൻസ് പിറന്നവിടെയാണ്, എൻ്റെ ഉള്ളിൽ. ദാറ്റ് മീൻസ് യുവർ സക്സസ് ഈസ് ബോൺ ഫസ്റ്റ്, ഈസ് ക്രിയേറ്റഡ് ഫസ്റ്റ് ഇൻ യുവർ മൈൻഡ്. മെൻ്റൽ പിക്ചറിൽ നിന്നാണ് ഫിസിക്കൽ റിയാലിറ്റി വരുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സിലെ പിക്ചർ എന്താ? ഒരു ഞാൻ വായിച്ചോർക്കുന്നു, മനസ്സിലെ പിക്ചറും വിൽ പവറും തമ്മിൽ ക്ലാഷ് വരാണ്. ആരാ വിജയിക്കാന്ന്? ആർക്കാണ് പവർ കൂടുതൽ? വിൽ പവർ പറഞ്ഞു എനിക്കാണ് വിൽ പവർ. മെൻ്റൽ പിക്ചർ പറഞ്ഞു നമുക്ക് കാണാമെന്ന് പറഞ്ഞു. സൈക്കോളജിസ്റ്റുകൾ പഠനം നടത്തി ഭംഗിയായി തെളിയിച്ചു, വിൽ പവർ ഈസ് വീക്ക് unless there is strong picture in the mind of your dream. The power of visualization. നിങ്ങളുടെ മനസ്സിൽ ശക്തമായിട്ടുള്ള പിക്ചർ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിൽ പവറിന് പ്രത്യേകിച്ചൊന്നും കാര്യമില്ല. നമ്മൾ പറയും, ഞാൻ ചെയ്യും മാഷെ, പിന്നെ ആളെ കാണാനില്ലല്ലോ. ഞാൻ നേടും മാഷെ, പിന്നെ ആൾ ചെയ്യുന്നില്ലല്ലോ. അന്ന് തീരുമാനം എടുക്കാണ്ട വിൽ പവർ ഇങ്ങനെ കാണിക്കണ്ട, ചെയ്യും മാഷെ അയക്കാൻ, പിന്നെ ആളെ കാണാനില്ല. ഇതൊരു മനുഷ്യൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അവൻ്റെ പവർ ഓഫ് വിഷ്വലൈസേഷനാണ്. ആ പിക്ചർ, അപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന പിക്ചർ എന്താണ്? ആ പിക്ചറിൻ്റെ പവറാണ് നമ്മുടെ ആക്ഷൻ്റെ പവർ. അത് തന്നെ റിയാലിറ്റിക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് ഓൾ ഡ്രീമേഴ്സ് ആർ നോട്ട് അച്ചീവേഴ്സ്, ബട്ട് ഓൾ അച്ചീവേഴ്സ് ആർ ഡ്രീമേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. നമ്മളൊരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ മുന്നിൽ ആ ഫീൽഡിലെ എക്സ്പേർട്സ് ഉണ്ടായിരിക്കും, ആ ഫീൽഡിലെ പവർഫുൾ ലീഡേഴ്സ് ഉണ്ടായിരിക്കും, ആ ഫീൽഡിലെ ബ്രാൻഡിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. ഒരു പവർഫുൾ ടീം മുമ്പിലുണ്ട്, അവർ എസ്റ്റാബ്ലിഷ്ഡ് ആണ്, നിങ്ങൾ ഫ്രഷറാണ്, നിങ്ങൾ ഇറങ്ങുന്നുള്ള ഫീൽഡിലേക്ക്. അപ്പോൾ യു ഹാവ് ടു കോമ്പീറ്റ് വിത്ത്. അവർ അത്രയും പവർഫുൾ ആൾക്കാരാണ്. അവർ എത്രയോ
എത്രയോ തവണകൾ നിങ്ങളുടെ പവർ കാണിക്കലും അവരൊപ്പം കോമ്പറ്റ് ചെയ്യാൻ. അങ്ങനെ നിങ്ങൾ കോമ്പറ്റൻ നിങ്ങളുടെ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത തലമുറ ഇറങ്ങി വരുന്നത്. നമ്മളെക്കാളുള്ള പുതിയ പുതിയ പരീക്ഷണവുമായിട്ടും പുതിയ രീതിയിലും നെക്സ്റ്റ് ജനറേഷൻ പുറകിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ടിലേക്കും കോമ്പറ്റീഷൻ ഉണ്ട്, ബാക്കിൽ ഡിഫെൻഡ് ചെയ്യും വേണം. സീ ദ ടഫസ്റ്റ് ടൈം ഓഫ് യുവർ കോമ്പറ്റീഷൻ. ഒരാൾക്കൊരു ഫീൽഡ് വിജയിക്കണമെങ്കിൽ അത്ര ശക്തമായിട്ടുള്ള മൈൻഡ് സെറ്റ് വേണം. മുമ്പിൽ നിൽക്കുന്ന എക്സ്പേർട്ടുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പറ്റണം. വരുന്ന ജനറേഷനൊപ്പം തന്നെ അതുക്ക് മേൽ നിൽക്കാനുള്ള കപ്പാസിറ്റിയും വേണം. ഈ രണ്ടിനിടയിൽ നിൽക്കുന്ന വ്യക്തിയുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും കോമ്പറ്റീഷൻ പറയും, ഇതാണ് ടഫസ്റ്റ് ടൈം. അതിൽ നിന്ന് കയറി വരുന്ന ആൾക്കാരെങ്കിലും മൈൻഡ് സെറ്റ് നെവർ ഗിവ് അപ്പ്. അവർ ഉപേക്ഷിക്കില്ല. അവർക്കറിയാം ഇന്നത്തെ എക്സ്പേർട്ട് ഒരിക്കൽ ബിഗിനർ ആയിരുന്നു. അപ്പൊ ഞാൻ ബിഗിനർ നാളെ എക്സ്പെർട്ട് ആവും. ആ പ്രോസസ്സിലൂടെ കടന്നു പോകണം. ഒപ്പം തന്നെ പുതിയ ആൾക്കാർ വരുമ്പോൾ ഞാനും മാറ്റങ്ങൾ പുതിയത് കൊണ്ടുവരാൻ നോക്കണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആൾക്കാർക്ക് മാത്രമേ ഒരു പ്രൊഫഷണല് വിജയിക്കാനും അവിടെ ലെജൻഡ് ആവാനും പറ്റുള്ളൂ. അത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആസ് എ പ്രൊഫഷൻ. ഫ്രണ്ട്സ്, എന്നോട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ അത് ടീച്ചേഴ്സ് എടുക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഞാൻ സ്റ്റുഡൻസ് അല്ല ട്രെയിൻ ചെയ്തത്, ഞാൻ എന്നെയാണ് ട്രെയിൻ ചെയ്തത്. അത് കൺഫ്യൂഷനായി. അത് സാർ അങ്ങനെ പറയണേ, അവരെല്ലാം ഇവിടുത്തെ ട്രെയിനിങ്ങിന് വരുന്നത്. നോ, ഞാൻ എന്നെ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ് എന്നെ പോലെ ഇരിക്കും. അത് നമ്മൾ പറയാനുള്ളൂ. ചില ടീച്ചേഴ്സ് ക്ലാസ്സിൽ വരുമ്പോൾ ക്ലാസ് ഇൻസ്പയർഡ് ആവും, ചില വരുമ്പോൾ എക്സ്പയർഡ് ആവും. എന്താ അങ്ങനെ സംഭവിക്കുന്നത്? നമ്മളെ പോലെ ഇരിക്കും. ചില വീട്ടിൽ അച്ഛൻ വരുമ്പോൾ മക്കൾ അടുത്തേക്ക് ഓടി വരും, ചില വീട്ടിൽ അച്ഛൻ വരുമ്പോൾ മക്കൾ അകലേക്ക് ഓടിപ്പോവും. നമ്മളെ പോലെ നമ്മുടെ കുടുംബം സെയിം. അപ്പം ഞാൻ എന്നെ ട്രെയിൻ ചെയ്യണം. എൻ്റെ ആറ്റിറ്റ്യൂഡ് ആസ് എ ടീച്ചർ, ആസ് എ ട്രെയിനർ, എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? വാട്ട്സ് മൈ ആറ്റിറ്റ്യൂഡ്? അത് എത്രമാത്രം പോസിറ്റീവാണ്, എത്രമാത്രം കമ്മിറ്റഡ് ആണ്, എത്രമാത്രം സിൻസിയർ ആണ്. ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രൊഫഷനിൽ എൻ്റെ മൈൻഡ് സെറ്റ് എത്രമാത്രം പ്രൊആക്റ്റീവാണ്, പോസിറ്റീവാണ്, പവർഫുൾ ആണ്. ഇത് ഗ്രോത്ത് മൈൻഡ് സെറ്റാണ് ഞാൻ ആലോചിക്കുകയാണ്. അപ്പം എൻ്റെ മൈൻഡ് സെറ്റാണ് എൻ്റെ ക്ലാസ്. ഞാൻ ക്ലാസ്സിൽ കയറുമ്പോൾ ഞാൻ വളരെ പോസിറ്റീവായിട്ട് പവർഫുള്ളായിട്ട് ഞാൻ ക്ലാസ്സുകളിൽ ആത്മാർത്ഥം ഇറങ്ങുമ്പോൾ പിന്നെ അവിടെ സംഭവിക്കുന്നതാണ്, എൻ്റെ അറിവാണ് ക്ലാസ്സായി മാറുന്നത്, എൻ്റെ കഴിവാണ് ക്ലാസ്സായി മാറുന്നത്. എൻ്റെ അറിവും കഴിവും ക്ലാസ്സായി മാറുന്നു. അപ്പം എൻ്റെ അറിവ് കൂടുമ്പോൾ അത് ക്ലാസ്സിലേക്ക് വരുന്നു, എൻ്റെ കഴിവ് കൂടുമ്പോൾ അത് ക്ലാസ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ പേഴ്സണൽ ഡെവലപ്മെന്റ് ലീഡ്സ് ടു പ്രൊഫഷണൽ എക്സലൻസ് എന്ന് അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി ചെയ്യേണ്ട കാര്യം എന്താ? ആ വ്യക്തിയുടെ പേഴ്സണൽ ഡെവലപ്മെന്റിലേക്ക് അദ്ദേഹം ഫോക്കസ് ചെയ്യണം. അതിൽ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. MET എന്ന് പറയും, MET, മണി, എനർജി, ടൈം. ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മണി, എനർജി, ടൈം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇംപ്രൂവിന് വേണ്ടി എത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നു അത്രമാത്രം ആ വ്യക്തി കയറിക്കൊണ്ടിരിക്കും. കാരണം പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് പെർമനന്റ് ഗ്രോത്ത്. അപ്പം നമ്മൾ ഡെവലപ്പ് ചെയ്യിക്കാൻ, നമ്മൾ ഇംപ്രൂവ് ചെയ്യിക്കാൻ, നമ്മളെ പവർഫുൾ ആക്കാൻ നമ്മുടെ മണിയും എനർജിയും ടൈമും മാറ്റിവെക്കണം. ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് ഒരിക്കൽ പോലും ഒരു പ്രൊഫഷണൽ ഹൈ ലെവലിൽ എത്താൻ പറ്റില്ല. ഇതാണ് ആദ്യം പഠിക്കേണ്ട പാഠങ്ങൾ ആസ് എ പ്രൊഫഷണൽ. When you compete, you need all these things. ഈ ദിവസം പ്രത്യേകത എന്താണ്? ഈ ദിവസം പ്രത്യേകത ഉണ്ട്. What is specialty of today? The first day of the rest of your life. The first day of the rest of your life. ഇനിയുള്ള ജീവിതത്തിന്റെ ഫസ്റ്റ് ദിവസമാണ് ഇന്ന്. കഴിഞ്ഞില്ലേ? ടെൻഡുൽക്കർ പറഞ്ഞോളാം, നെക്സ്റ്റ് ബോൾ മാറ്റേഴ്സ്. മറ്റേ ബോൾ പോയി, നെക്സ്റ്റ് ബോൾ മാറ്റേഴ്സ്. ഇന്നലെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, സത്യമല്ലേ? അപ്പൊ ഇന്ന് ആണ് ഫസ്റ്റ് ദിവസം. ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മഹാത്മാഗാന്ധിയുടെ വരികളാണ്. ഗാന്ധി പറഞ്ഞതെന്നറിയാം, നിങ്ങൾ ജീവിക്കണം, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ദിവസമാണ് ചിന്തയിൽ ജീവിക്കണം. ഇന്ന് നിങ്ങളുടെ ലാസ്റ്റ് ദിവസമാണെന്ന്. ടുഡേ, ലീവ് ടുഡേ ആസ് ഇറ്റ് യുവർ ലാസ്റ്റ് ഡേ. അതേ ഗാന്ധി അപ്പനെ പറയുന്നു. അത് മാത്രമല്ല, നിങ്ങൾ ഇനി ഒരുപാട് കാലം ജീവിക്കാൻ പോകുന്ന ധാരണയിൽ പഠിക്കും വേണമെന്ന്. ജീവിക്കുന്ന എങ്ങനെയായിരിക്കണം? അത് ഭയങ്കര സ്റ്റേറ്റ്മെന്റ് അല്ലേ? നിങ്ങൾ ഇത് നാളെ മരിക്കും, ഇത് ലാസ്റ്റ് ദിവസമാണ് എന്നുള്ള രീതിയിൽ ഈ ദിവസത്തെ മാക്സിമം ഉപയോഗിക്കാൻ. അതേ ഗാന്ധി പറയുന്നു, പഠനം എങ്ങനെയായിരിക്കണം? നിങ്ങളിനി ഒരുപാട് കാലം ജീവിക്കാൻ പോകുന്നുണ്ട്, അതനുസരിച്ച് പഠിക്കരുന്നിട്ട്. ബ്യൂട്ടിഫുൾ സ്റ്റേറ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മേക്ക് ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ഈസ് ദ ബെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. ഇനിയുള്ള ജീവിതം ബെസ്റ്റ് ആക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഗ്യാരണ്ടി എന്താണ്? ജനിച്ചാൽ മരിക്കണം. അപ്പം മരിക്കാണ്ടിരിക്കുക ഒരു ഗ്യാരണ്ടി ഉള്ളൂ, ജനിക്കാണ്ടിരിക്കണം. അത് നടക്കില്ലല്ലോ. നിങ്ങൾ ജനിച്ചു പോയി. ഡെത്ത് അതെപ്പോഴേ വരാം. ഫ്യൂച്ചർ ഈസ് അൺപ്രഡിക്റ്റബിൾ, മാൻ ഈസ് അൺപ്രഡിക്റ്റബിൾ. എങ്ങനെ വേണമെങ്കിൽ ആവാം. നമുക്ക് വേണ്ട കാര്യമുള്ളൂ. ഞാൻ പീറ്റർ ഡ്രക്കർ
മാനേജ്മെന്റിന്റെ ആചാര്യൻ പീറ്റർ ഡക്കർ പറഞ്ഞ വരികളൊക്കെയാണ്. അത് അബ്രഹാം പറഞ്ഞിട്ടാണ് ആൾക്കാർ പറയുന്നത്. ദ ബെസ്റ്റ് വേ ടു പ്രിഡിക്റ്റ് യുവർ ഫ്യൂച്ചർ ഇസ് ടു ക്രിയേറ്റ് ഇറ്റ്. നിങ്ങളുടെ ഫ്യൂച്ചർ പ്രവചിക്കാൻ പറ്റിയവരുടെ എന്താ, അത് ക്രിയേറ്റ് ചെയ്യുക. ഫ്യൂച്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതെങ്ങനെയാ? ഒരിക്കലും പയ്യൻ ചോദിച്ചു, ഒരു പയ്യന് സ്വാമിജി ചോദിച്ചു, സ്വാമിജി എൻ്റെ കൈ നോക്കിയിട്ട് ഭാവി പറയാൻ പറ്റും? നോ. ജാതകം? സോറി. ഇപ്പം എൻ്റെ ഭാവി ഇങ്ങനെ പറയാൻ പറ്റുക? വെരി സിമ്പിൾ. ടെൽ മീ ഹൗ യു നോർമലി സ്പെൻഡ് എ ഡേ. ഒരു ദിവസം നിങ്ങൾ എങ്ങനെ ചെലവഴിക്കുന്നു അത് പറയുമോനെ, നിങ്ങളുടെ ഫ്യൂച്ചർ ഇതാണ്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, വിന്നേഴ്സ് ബിക്കം വിന്നേഴ്സ് നോട്ട് ഇൻ ദ റിംഗ് ബട്ട് ഇൻ ദ റുട്ടീൻ. അതിൽ ഉസൈൻ ബോൾട്ട് പറഞ്ഞത്, ഒരു സെക്കൻഡ് കുറയ്ക്കാൻ എത്ര വർഷം ഞാൻ പ്രാക്ടീസ് ചെയ്യണമെന്ന്. മൈക്ക് ഫിലിപ്സ് പറഞ്ഞില്ലേ, സ്വർണ്ണ മെഡലുള്ള രാജകുമാരൻ ഒളിമ്പിക്സ്. മൈക്ക് ഫിലിപ്സ് പറഞ്ഞെന്താ, സിമർ പറഞ്ഞെന്താ, ഒരു സെക്കൻഡ് കുറയ്ക്കാൻ എത്രമാത്രം എഫേർട്ട് ചെയ്ത് ഒരു ദിവസം എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. മറ്റൊരു വിന്നർ പറഞ്ഞ് ഭയങ്കര രസമാണ്, ഞാനെടുത്ത എഫേർട്ട് എടുത്തിട്ട് എൻ്റെ സക്സസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം, ഓ വണ്ടർഫുൾ, യു ആർ എ ജീനിയസ് ഒക്കെ പറയാം. പക്ഷേ എഫേർട്ട്സ് എനിക്കറിയാം അത് ആർക്കാവാം, പക്ഷെ ഞാനെടുത്ത എഫേർട്ടുകൾ എടുക്കണം. അപ്പോൾ നിങ്ങൾ അത് എന്ത് വിളിക്കില്ല, ജീനിയസ് വിളിക്കില്ല എന്ന്. കാരണം എന്താ, ഈ എഫേർട്ട് എടുത്താൽ നിങ്ങൾക്കാവാന്ന്. അപ്പോൾ അത് ജീനിയസിൻ്റെ ക്വാളിറ്റി ഒന്നല്ല. ഒരിക്കൽ ബീതോവൻ്റെ കോൺസേർട്ട് സംഗീത കച്ചേരി കഴിഞ്ഞപ്പോൾ ഒരാൾ വേറൊരാൾ പറയാണ്, ഇതൊക്കെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണ്. ഇതാരോ ഇദ്ദേഹത്തെ അറിയിച്ചു. അപ്പം ഇദ്ദേഹത്തിന് ബീതോവൻ എന്ന് പറഞ്ഞാൽ ഭയങ്കരല്ലേ, ചെവി കളിക്കില്ലോ. ചെവി കളിക്കാത്തൊരു വ്യക്തിയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സിംഫണി ലോകത്ത് നൽകിയത്. അത് ഭയങ്കരല്ലേ. അദ്ദേഹം ഹൃദയം കൊണ്ടാണ് സംഗീതം കേട്ടതെന്ന്, ചെവി കൊണ്ടല്ല എന്ന്. ആ ബീതോവൻ പറഞ്ഞ ഡയലോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ബീതോവനെ വിളിച്ചു പറഞ്ഞു, സുഹൃത്തെ ഇത് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് തന്നെയാണ്. അതിന് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് അറിയൂ, നിങ്ങൾക്ക് പറ്റും. അതെങ്ങനെയാ, ഇഫ് യു ആർ വില്ലിംഗ് ടു പ്രാക്ടീസ് വൺ തിങ് എവറി ഡേ 14 hours for 40 years. ഒരു ദിവസങ്ങൾ 14 മണിക്കൂർ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുക, 40 വർഷം നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് അപ്പം കിട്ടും. അയാൾ പറഞ്ഞു, സോറി സാർ, അയാൾ സ്ഥലം വിട്ടുന്ന്. പിക്കാസോ നടന്നു പോവാണ്. അവൻ റേഡിയോ ഒന്ന് പറയാണ്, സാർ ഒന്ന് സഹായിക്കണം. അയാൾ തോന്നി പാവം, നേരെ തന്നെ കടൽ കയറിയിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റിയ കാർഡ്ബോർഡ് എടുത്തു. ഞാൻ വാങ്ങിച്ചു. അവൻ പിക്കാസോ എന്നറിയാം. അവൻ കുറച്ച് വരകൾ കിട്ടും, അടിയിൽ ഇങ്ങനെ ഒപ്പിട്ടു പിക്കാസോ. ഇതുകൊണ്ട് ഇന്ന സ്ഥലത്ത് കൊടുത്തോളം പറഞ്ഞു, നിനക്ക് ലക്ഷങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞു. ലക്ഷങ്ങളാ, എന്നിട്ട് ആകെ കുറേ വര മാത്രമല്ലല്ലോ, ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. ആ ലേഡി കൊണ്ടു കൊടുത്തു. ലക്ഷങ്ങളാണ് കിട്ടിയത്. അവർ ചോദിച്ചു, സാർ ഇത് കുറച്ച് വര മാത്രമല്ലല്ലോ. ആൾ പറയാ, ആ വരയ്ക്കാൻ ഞാൻ വർഷങ്ങളെടുത്തു. മലയാളം ഡിക്ഷണറിക്ക് ഇതാരാ, ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട്. ഒരു വിദേശിയാണ് നമ്മുടെ ഭാഷയുടെ ഡിക്ഷണറിക്ക്. ഒരു ഡിക്ഷണറിക്കാണ് എളുപ്പം. ഈ കേരളത്തിലെ എല്ലാ വേർഡ്സും പഠിക്കുന്നുണ്ട്, എല്ലാ എക്സ്പ്രഷൻ പഠിക്കുന്നുണ്ട്, പ്രാദേശികം പഠിക്കുന്നുണ്ട്, എന്തോറും പഠനം പഠിച്ചത്. കാരണം ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കില്ലേ, തെറ്റുപറ്റാൻ പാടില്ലല്ലോ. കാരണം ഡിക്ഷണറി മീൻസ് അതോറിറ്റിയാണ്. മലയാള ഭാഷയെക്കുറിച്ചുള്ള ആധികാരികമായ ബുക്കാണ് അല്ലേ അയാൾ ഇറക്കിയത്. അപ്പോൾ അത് എടുത്തുള്ള എഫേർട്സ് എത്രയാണോ. നമ്മൾ ജീനിയസ് വിളിക്കുന്ന ആൾക്കാരൊക്കെ ഹിസ്റ്ററി പഠിക്കുക, നമ്മൾ വിന്നേഴ്സിനെ ഹിസ്റ്ററി പഠിക്കുക, ലെജൻസ് ഹിസ്റ്ററി പഠിക്കുക. അതൊരു ഓവർനൈറ്റ് സക്സസ് ഒന്നല്ല. നിങ്ങൾ വലിയ ഒരുപാട് കാലം നിൽക്കുന്ന ബിസിനസ് വേൾഡ് നോക്ക്, അവിടുത്തെ ആൾക്കാരൊക്കെ തോപ്പെത്തിയവരൊക്കെ അങ്ങനെ വന്നവരാണ്. അല്ലാതെ നിൽക്കാൻ പറ്റില്ല. എഫേർട്സിന് നമ്മൾ എന്ത് കൊടുക്കണം, ഭയങ്കര വാല്യൂ കൊടുക്കണം, നിസ്സാരമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വിന്നേഴ്സ് കാണാൻ പറ്റും. സക്സസ് ഈസ് റിസൾട്ട് ഓഫ് ആസ്പിറേഷൻ, ആഗ്രഹം, ഇൻസ്പിറേഷൻ, പ്രചോദനം, സംടൈംസ് ഡെസ്പറേഷൻ, നിരാശ, ശരിയാവണില്ല, പെർസ്പിറേഷൻ, അധ്വാനം, വിയർപ്പ്. ഈ നാലിന്റെയും കോമ്പിനേഷനാണ് സക്സസ്. ഇന്ന് ലോകത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്ന ചോദ്യം പറയട്ടെ, ആർ യു പ്രിപ്പയർഡ് ഫോർ ദ ബിഗ്ഗർ ഓപ്പർച്യൂണിറ്റീസ്? വലിയ അവസരങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആണോ? നമ്മൾ പറയും സക്സസിനെ കുറിച്ച്, പ്രിപ്പറേഷൻ മീറ്റ്സ് ഓപ്പർച്യൂണിറ്റീസ് ലക്ക്. അവസരം വരുമ്പോൾ നമ്മൾ തയ്യാറാണെങ്കിൽ ദാറ്റ്സ് ലക്ക്. ഇന്ത്യ എന്താ വേൾഡ് കപ്പ് ഫുട്ബോൾ കളിക്കാത്ത? ഫിഫ പറഞ്ഞിട്ടില്ല ഇന്ത്യയോട് കളിക്കണ്ടെന്ന്. ഇവിടെ കളിക്കാരുണ്ട്, ഫുട്ബോൾ ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. എല്ലാ 4 വർഷം കൂടുമ്പോൾ എന്തുണ്ട്, വേൾഡ് ഫുട്ബോൾ ഉണ്ട്. ഇന്ത്യ എന്താ കളിക്കുന്ന വർഷങ്ങളായിട്ട് ഇന്ത്യ ക്വാളിഫൈന് പോകുന്നുണ്ട്. ബട്ട് വി ആർ നോട്ട് ട്രൂലി പ്രിപ്പയർഡ് ഫോർ ദ ബിഗ് ഇവന്റ്. ഫിഫ പറയുന്ന പോലെയുള്ള ആ സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ ഇപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടില്ല. ബട്ട് വി ആർ ദ വിന്നേഴ്സ് ഓഫ് കബഡി. അത് പിന്നെ കാലുവാരലാണ്. ഇന്ത്യക്കാരെ പഠിപ്പിക്കുന്നത് കളിയാക്കുന്ന സായിമാൻ, അത് അവരെ പഠിപ്പിക്കുന്നുണ്ട്, അവർ ചെറുപ്പത്തെ കണ്ടുപിടിക്കുന്നുണ്ടാവും. കളിയാക്കുന്നതാണ്. അതിന് നമ്മളല്ലേ വിന്നേഴ്സ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇരട്ട കിരീടം ആരും കൊടുക്കില്ലുള്ളത്, നമ്മുടെ പാരമ്പര്യമാണ് അത്. ഒരു കാലത്ത് ഹോക്കി ആയിരുന്നു
പാകിസ്ഥാൻ ഇന്ത്യയിലെ മാന്ത്രിക ദണ്ടെന്ന് പറഞ്ഞിരുന്നത്. ഒന്നിൽ പാകിസ്ഥാനിലെ ഇന്ത്യ, ഇന്ന് വേറെ ആൾക്കാർ ഏറ്റെടുത്തത്. കാരണം എന്താ? അവർ പഠിച്ചെടുത്തു. കാരണം സക്സസ് ഈസ് നോട്ട് മിസ്റ്ററി ബട്ട് മാസ്റ്ററി. സക്സസിന് സീക്രട്ട് ഇല്ല, സിസ്റ്റമുള്ളോ. അപ്പൊ അത് അവർ പഠിച്ചെടുത്ത് അവർ കയറി. ഇന്ത്യക്കും നാളെ വേൾഡ് കപ്പ് കളിക്കാനൊക്കെ പറ്റും. പക്ഷെ ആ ലെവല് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർഡ് ആയിരിക്കണം. നിങ്ങൾ ഏത് ഡ്രീമാ കാണുന്നത്, ആ ഡ്രീമിനേക്കാൾ അവസരം വരുമ്പോൾ ദ ക്വസ്റ്റ്യൻ ഈസ്, ആർ യു പ്രിപ്പയർഡ്? ലോകത്തിൽ ശക്തമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇത് ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഈ ഡിജിറ്റൽ വേൾഡ് മാറ്റങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആണ്. ആ മാറ്റങ്ങൾ അനുസരിച്ച് ഹൈ ലെവലിൽ ഇപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആണ്. അതാണ് ക്വസ്റ്റ്യൻ. പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ജീവിതം ഒരിക്കലും അപ്സെറ്റ് ആവരുത്. നിങ്ങൾ ഇന്റർവ്യൂ ചെന്നിരിക്കുന്നു, കിട്ടുന്നില്ല, യു ആർ പ്രിപ്പയർഡ്, ദാറ്റ്സ് ഓൾ. അന്ന് വേറെ ആളുകൾ കിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ജീവിതത്തിൽ വളരാൻ കഴിയുന്നില്ല, ഇങ്ങനെ അർത്ഥം എന്നറിയാം, അല്ലെങ്കിൽ ഉയരാൻ പറ്റില്ലെങ്കിൽ ആ ലെവലിൽ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടില്ല. അപ്പൊ നമ്മുടെ സോൾ റെസ്പോൺസിബിലിറ്റി എന്താണ്? ഗെറ്റിംഗ് പ്രിപ്പയർഡ്. അങ്ങനെ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ആം ഷുവർ നിങ്ങൾ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല എന്ന്. എങ്ങനെ തോൽക്കാൻ പറ്റണം? തോൽവി എന്നുള്ള ആ ചിന്ത വരരുത്. അങ്ങനെ ഒരു പരാജയം ജീവിതത്തിലില്ല. ചില പറയും എൻ്റെ ജീവിതം മുഴുവൻ പരാജയം. അതെന്താ അങ്ങനെ പറയണേ? ആരാ പറയിപ്പിക്കുന്നത് കൊണ്ട്? സക്സസിന്റെ ഹിസ്റ്ററി പഠിച്ചിട്ടില്ല, അതെന്നെ കാരണം. എൻ്റെ ഒക്കെ ലൈഫിൽ എപ്പോഴൊക്കെ ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഞാൻ ഓർക്കുന്ന മഹാനായ ചെഗ്വര വാക്കുകളാണ്: കൊല്ലാം, തോൽപ്പിക്കാൻ പറ്റില്ല. അതിങ്ങനെ പറ്റണ ഞാൻ തീരുമാനിക്കണ്ടേ? നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലവനോ മോശപ്പെടണോ അങ്ങനെ ചിന്ത നിങ്ങൾക്ക് വേണ്ട. നല്ലത് അല്ലെങ്കിൽ മോശം കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ടാണ് ഷേക്സ്പിയർ പറഞ്ഞത്, നല്ലതൊന്നുമില്ല മോശമൊന്നുമില്ല, തിങ്കിങ് മേക്സ് ഇറ്റ് സോ. നമ്മുടെ ചിന്തയാണ് നമ്മളെ അങ്ങനെ ആക്കുന്നത്. അത് സത്യം. അപ്പോൾ ഇവിടെ ഇന്നലത്തെ ശരി ഇന്ന് തെറ്റ്, ഇന്നത്തെ തെറ്റ് ഇന്നലെ ശരിയായിരുന്നു. അമേരിക്കയിൽ ശരി, ഇന്ന് ഇന്ത്യയിൽ തെറ്റ്. ഈ തെറ്റ് അവിടെ ശരി. അപ്പോൾ ആര് ശരി ആര് തെറ്റ് ഒന്നും പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നമ്മൾ തീരുമാനിക്കുന്ന നമ്മുടെ ലൈഫ് റൈറ്റ് ഓർ റോങ്. ഞാൻ ആഗ്രഹിക്കുന്നത് പറയുന്നറിയാം, നമ്മുടെ ലൈഫിൽ ഒരു കാരണവശാലും നമ്മൾ ആ വേർഡിനെ ഉപയോഗിക്കരുത്. ഫെയിലിയർ, ദാറ്റ്സ് റോങ്, ദാറ്റ്സ് റോങ്. നമ്മൾ പറയാറുണ്ട് താഴേക്ക് വീണു, അത് പരാജയമല്ല. അവിടെ കെടുക്കുന്നതാണ് പരാജയം മാറുന്നത്. താഴേക്ക് വീഴും, ഓഫ് കോഴ്സ്. ഒരു കൊച്ചുകുട്ടി നടക്കാൻ പഠിക്കുമ്പോൾ എത്ര പ്രാവശ്യം വീണു? അല്ല, കുട്ടിയുടെ പരാജയം ആരാ പറഞ്ഞ്? അറ്റംപ്റ്റ്. അതല്ലേ FIL, ഫെയിൽ. അബ്ദുൽ കലാം പറഞ്ഞത് ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. FIL, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ലേണിംഗിലെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഫെയിൽ വേർഡ് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഒരു സത്യം മനസ്സിലാക്കുക, നമ്മൾ എടുക്കുന്ന നമ്മുടെ തീരുമാനം, എന്തുകൊണ്ടാണ് തീരുമാനങ്ങൾ നടപ്പാക്കാതെ പറ്റാതെ പോകുന്ന ആൾക്കാർക്ക്? എത്രയോ തീരുമാനങ്ങൾ. ന്യൂ ഇയർ പിന്നെ പറയണ്ട, എന്തൊക്കെയാ തീരുമാനങ്ങൾ. പിന്നെ ബർത്ത്ഡേ, ഈ ഓണം കഴിഞ്ഞിട്ട്, ഈ മഴ കഴിഞ്ഞിട്ട്, മഴ പ്രശ്നമാണ്. ഇവരൊരു ഡയലോഗ് ഉണ്ട്, എന്നറിയാ, പക്ഷെ ഓണം കഴിഞ്ഞോട്ടെ. ചിലരുണ്ട് വൺ ഡേ, മണ്ടേമെന്ന് തുടങ്ങിയില്ല അവർ. ആ ദിവസം വരില്ല. വൺ ഡേ എന്ന് അല്ല, വൺ ഡേ അത് ഡേ വൺ എന്ന് പറഞ്ഞുകൂടെ? വൺ ഡേ എന്ത് പറയാം? ഡേ വൺ ഇന്നാണ് ഫസ്റ്റ് ദിവസം. മറിച്ചിട്ട് കാര്യം കഴിഞ്ഞു ഇല്ല, ഒരു സ്ഥലത്തെത്തില്ല. എന്തുകൊണ്ട്? ഒരു തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട പിക്ചർ എന്താണ്? ആ തീരുമാനം റിയാലിറ്റി ആകുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ബെനഫിറ്റ്സ് നിങ്ങൾക്ക് എക്സൈറ്റ്മെന്റ് ആവണം. എക്സൈറ്റ്മെന്റ് ആവണമെന്ന്. കരയുന്ന കുട്ടിയോട് അമ്മ പറയും, മോനെ കരയല്ല മോനെ, നിനക്ക് ഒരു കളിപ്പാട്ടും 2 ഐസ്ക്രീമും നാളെ വാങ്ങിച്ചു വരും. കൂട്ടിയപ്പക്കാർ ചെറുത്തും വാങ്ങിച്ചു കൊടുത്തിട്ടല്ല മക്കളെ. അവനെങ്ങനെയാ നിർത്തുന്നത്? കിട്ടിയിട്ടല്ല, കിട്ടാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായി കല്യാണം ഫിക്സ് ചെയ്യുമ്പോൾ പയ്യന്റെ എക്സൈറ്റ്മെന്റ് എന്താ? കെട്ടാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. ഇനി പണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ ഭർത്താവ് പറയണത്, മോളെ നീ പണങ്ങല്ലേ, അടുത്ത ആഴ്ചയ്ക്ക് ഒരു 5 പവൻ്റെ ഒരു മാലയും 2 സാരിയാണ്, പ്രോമിസ്. ഇക്കാ ഒരു ഹഗ്ഗും. അതെന്തിനാ? കിട്ടിയിട്ടല്ല. ആ സാരി, അതെന്നെ എക്സൈറ്റ്മെന്റ്. കാര്യം മനസ്സിലായില്ലേ? ഭാവിയിൽ അപ്ലൈ അത് എക്സൈറ്റ്മെന്റ്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഏതെങ്കിലും? ഇതൊന്നല്ല എക്സാമ്പിള്. ബെവറേജിന് മുമ്പിൽ കണ്ടില്ലേ ക്യൂ? കഴിച്ചിട്ടൊന്നുമല്ല മക്കളെ. എന്താ സാധനം ഇരിക്കുന്ന കണ്ട? അതുകൊണ്ട് കിട്ടിയിട്ട് അടുത്ത വർഷം കഴിക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റ്. അപ്പൊ ഡ്രീമിന്റെ എക്സൈറ്റ്മെന്റ് നിൽക്കില്ലെങ്കിൽ എന്ത് ഡ്രീം? അപ്പൊ നമ്മൾ കണ്ട ഡ്രീം
നമ്മൾ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു നമ്മൾ ആദ്യമേ കാണണം. അങ്ങനെയുള്ള ഡ്രീം നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ഡ്രീമൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ഡ്രീം കാണാൻ പേടി. ചിലർക്ക് വിജയിക്കാൻ പേടിയോ? അവിടെ എത്തുമ്പോൾ അതൊക്കെ ചെയ്യേണ്ട വേണ്ട കാണും. ഏത് വിജയം പോലും പേടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ചിലർക്ക് വിജയമാണ് പരാജയ ആൾക്കാരുണ്ട്. വിജയിച്ചേക്കോ പിന്നെ ഒരു പുതിയക്കൊന്നും പോലും അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഒരു സത്യം അറിയൂ, നമ്മൾ ഒരേ മെത്തേഡ് കൊണ്ട് ഒരുപാട് കാലം വിജയിച്ചിരിക്കുകയാണെങ്കിൽ കുറച്ചപ്പോൾ പരാജയപ്പെടും. കാരണം എന്താ, നമ്മളൊരിക്കലും ഇതൊന്നും നിൽക്കുന്നില്ല. അതിന് പലരുടെയും പ്രശ്നം എന്നറിയാം, വിജയം പരാജയമാറുന്ന ആൾക്കാർ. നമുക്കൊരു സംഭവം മാത്രമേ വേണ്ടൂ. എന്താ? കണ്ടിന്യൂസ് സക്സസ്. നടക്കുന്നത് അത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡാണത്. നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്നറിയാം, മിനിമം കൊണ്ട് എങ്ങനെ മാക്സിമം ഹാപ്പി ആവും. അതായത് മാക്സിമം കൊണ്ട് മിനിമം ഹാപ്പി ആവില്ല. എല്ലാം നേടിയിട്ടും ഹാപ്പി ആവണില്ല. അതൊക്കെ ടെമ്പററിയാണ്. മിനിമം കൊണ്ട് മാക്സിമം ഹാപ്പി ആവുക, പിന്നെ മാക്സിമം ഉണ്ടാക്കി മാക്സിമൈസ് ചെയ്യുക. ഈ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. അതിൽ ഉണ്ടാക്കിയേ പറ്റൂ. അതർവൈസ് യു ലൂസ് ദ ചാം ഓഫ് യുവർ ലൈഫ്. ഹാപ്പിനെസ് പറഞ്ഞ് എവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. നോ, ഇറ്റ്സ് ഒരു ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ വേൾഡ്. നമുക്കാണ് അതിൻ്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ജീവിതത്തിൽ വിജയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ അല്ല. ഇറ്റ്സ് എ ജേണി. ഒന്ന് കഴിഞ്ഞ് അടുത്ത് പോകണം. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ജേണി. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന ലൈഫ് സ്റ്റൈലിലേക്ക് പതുക്കെ പോവുക. നമ്മൾ ആഗ്രഹിക്കിലേക്ക് പതുക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരാം. ശരിക്കുള്ള കോമ്പറ്റീഷൻ നിങ്ങൾക്ക് അറിയാം. നോട്ട് വിത്ത് അതേഴ്സ്, വിത്ത് അസ്, വിത്ത് അവർ സെൽവ്സ്. കാരണം നമ്മൾ ഇന്നലെ എങ്ങനെയാണോ അതിലേക്ക് എത്രമാത്രം ഡെവലപ്പ് ചെയ്തു, അത് ഗ്രോത്താണ്. ചെക്ക് യുവർ ഗ്രോത്ത്. നിങ്ങൾ ഗ്രോത്ത് ചെക്ക് ചെയ്യും. അപ്പോൾ മനസ്സിലാവും നിങ്ങൾ ആർ യു ഗ്രോയിങ് ഓർ നോട്ട്. അതിലറിയാം നിങ്ങൾക്ക് സക്സസ് ഓർ നോട്ട്. ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്താണെങ്കിൽ ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ആർ ടുഡേ. നിങ്ങൾക്ക് എന്തെന്നുണ്ടോ അതിൽ ആദ്യം കണ്ടന്റ് ആയിരിക്കും. എന്ന് പറയുന്ന നാളേക്ക് ഗ്രോത്ത് വേണ്ടെന്നല്ല. ബി കണ്ടന്റ് വിത്ത് വാട്ട് യു ആർ ടുഡേ ആൻഡ് ഗ്രോ മോർ. ഗ്രോ മോർ. അവരെ വളരുള്ളൂ. നമ്മുടെ പ്രശ്നം എന്താണെങ്കിൽ കോംപ്ലക്സ് ഒരുപാട് നമുക്കുണ്ട്. കമ്പാരിസൺ, നെഗറ്റീവ് കമ്പാരിസൺ ഉണ്ട്, കംഫർട്ട് സോൺ ഉണ്ട്. അതിൽ പെട്ടിരിക്കുക. വളരില്ല, വളരാൻ പറ്റില്ല. ക്രിയേറ്റീവ് സോൺ, ഇതൊക്കെ അപ്പുറമുള്ളൊരു മൈൻഡ് സെറ്റ് വേണം നിങ്ങൾക്ക്. ഇതൊക്കെ ഉണ്ട്, ഓക്കെ. പക്ഷെ ഇതിന് നിങ്ങൾ എന്തിനാ കമ്പയർ ചെയ്യാൻ പോകണേ? ഞാൻ കമ്പാരിസൺ അല്ല അറിയാം. പക്ഷേ ഇൻസ്പിറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഡെസ്പിറേഷൻ വരുന്നത്. നെഗറ്റീവ് കമ്പാരിസൺ ഹൈലി ഡിസ്ട്രക്റ്റീവ്. പോസിറ്റീവ് കമ്പാരിസൺ ഉണ്ട്. ആൾ നല്ല സെറ്റപ്പ് തമ്മിൽ നമുക്ക് ആയിക്കൂടെ, അത് പോസിറ്റീവാണ്. അത് നമ്മൾ നാമ്പോളില്ല, നെഗറ്റീവായി. ഒരാൾ നന്നായി വരണമെങ്കിൽ, വളരണമെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ കോംപ്ലക്സുകൾ പാടില്ല, നെഗറ്റീവ് കമ്പാരിസൺ പാടില്ല, അൺനെസറി കോമ്പറ്റീഷൻ പാടില്ല, കംഫർട്ട് സോണിൽ ഇരിക്കരുത്. ഈ 4 C ഉണ്ടല്ലോ, ഭയങ്കര ഡേഞ്ചറാണ്. നിങ്ങൾ ഒബ്സർവ് ചെയ്തോളൂ. 5ാമതൊരു സംഭവം ഉണ്ട്. അവിടെയാണ് നിങ്ങൾ ചെല്ലേണ്ടത് ക്രിയേറ്റീവ് സോൺ എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാൻ, പുതിയ രീതിയിൽ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ, ഇന്നോവേറ്റീവ് ആവാൻ, ഇൻക്വസിറ്റീവ് ആവാൻ, ഇമാജിനേറ്റീവ് ആവാൻ, ആ എക്സ്പ്ലോറിങ് ക്യാരക്ടർ. അതാണ് ക്രിയേറ്റീവ് സോൺ. ആ ക്രിയേറ്റീവ് സോണിലേക്ക് എത്ര പേര് കയറുന്നുണ്ട്? സോ ബ്രേക്ക് ദ പാസ്റ്റ് ആൻഡ് ബ്രിങ് ദ ന്യൂ. അതിലെ ക്രിയേറ്റീവ് സോൺ. എത്ര പേര് ഒരു വർഷം കഴിയുമ്പോൾ ന്യൂ വേർഷൻ ആവുന്നുണ്ട്? ഫിസിക്കൽ, നോർമൽ ചേഞ്ച് അല്ല, ഡെലിബറേറ്റ്, ഇന്റൻഷണൽ, കോൺഷ്യസ് ചേഞ്ച്. അങ്ങനെ ചേഞ്ച് വരുത്തുന്നവരാണ് ട്രൂ വിന്നേഴ്സ്. നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ ശരിക്കും ആലോചിക്കുക. നിങ്ങളുടെ ലൈഫ് ഒരു പേർപ്പസ് ഡ്രിവൺ ലൈഫാണ്. നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, എങ്ങനെ നോക്കിയാലും അവിടേക്ക് എത്തില്ല, കുറെ നോക്കിയതാ കുറെ ചെയ്ത ഒരു സ്ഥലത്തും പച്ച പിടിക്കുന്നില്ല, ഗുണം പിടിക്കില്ല. സ്ഥിരമായി കേൾക്കുന്ന വരികളാണ്, സ്ഥിരമായി സ്വയം പറയുന്ന കാര്യങ്ങളാണ്. ലൈഫിൽ അങ്ങനെ സംസാരിക്കുന്നത് തെറ്റ്. ഈ എക്സ്ക്യൂസ് പറയുന്ന ആൾക്കാർ, കംപ്ലൈൻറ്റ്സ് പറയുന്ന ആൾക്കാർ, സെൽഫ് പിറ്റി കളിക്കാൻ അവർ ഒരിക്കലും വളരില്ല. കാരണം അത് വളരുന്ന ചിന്തയല്ല. കാരണം തോട്ട്സ് ബിക്കം റിയാലിറ്റി. ഇവരെന്താ പറയുന്നത്? ഒന്നും ശരിയാവുള്ളൂ, കുറെ നോക്കിയാൽ നമ്മൾ ശരിയാവില്ല. ഇങ്ങനെ കംപ്ലൈൻറ്റ്സ്, എക്സ്ക്യൂസസ്, സെൽഫ് പിറ്റി, കഷ്ടം. അതിന് പകരം എന്തുകൊണ്ടൊക്കെ നല്ലൊരു ഭാഷ ഉപയോഗിച്ചുകൂടാ? ഞാൻ ചെയ്യും മാഷത്, അങ്ങോട്ട് പോവും മാഷത്, ഞാൻ ചെയ്ത് കാണിച്ചു കൊടുക്കും, ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ പോവും. അങ്ങനെ നിങ്ങളുടെ സംഭാഷണം പോലും നിങ്ങൾ പലരും നെഗറ്റീവ് പറയും. when you open the mouth, speak something creative, positive. കാരണം make it happen എന്നല്ല പറയുന്നത്. let it happen എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ഫെയ്ത്ത്. മേക്ക് ഇറ്റ് ഹാപ്പൻ ആണ് പോസിറ്റീവ് ഫെയ്ത്ത്. നമുക്ക് ഇഷ്ടം എന്താണ്? ബ്ലൈൻഡാ. അതൊക്കെ സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. ലെറ്റ് ഇറ്റ് ഹാപ്പൻ ഈസ് ബ്ലൈൻഡ് ഫെയ്ത്ത്. whereas make it happen
ഇറ്റ്സ് എ ക്രിയേറ്റീവ് ഫെയ്ത്ത് ഓർ പോസിറ്റീവ് ഫെയ്ത്ത് വിച്ച് ഇസ് യോസ്. അത് വലിയ ചിന്തയാണ് നമുക്ക്. അതുകൊണ്ട് ഫ്രം ടുഡേ ഓൺവേർഡ്സ് എന്റർടൈൻ പോസിറ്റീവ് തോട്ട്സ്. സക്സസിന്റെ ചിന്തകൾ, വിന്നിങ്ങിന്റെ ചിന്തകൾ, ഗ്രോത്തിന്റെ ചിന്തകൾ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഫില്ല് ചെയ്യണം. ആദ്യം ഒരു ഫ്രെയിം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതിനുള്ളിൽ കളിക്കാണ്. പുറത്തു പോകാൻ പേടി. ഇത് അക്വേറിയത്തിൽ വളർത്തിയ ഫിഷിനെ കടലിട്ടാലും അതാ റൗണ്ട് അടിക്കുള്ളൂ. കാരണം എന്താ, മറ്റു പ്രശ്നമാവും. കണ്ടീഷൻഡായി പോയി. കാരണം ഇതാണ് എൻ്റെ ലൈഫ്, ഇങ്ങനെയാണ് ഞാൻ ജീവിക്കേണ്ടത്, ഇതാണ് എൻ്റെ രീതി മാത്രം വിശ്വസിക്കല്ലേ. അതൊക്കെ മേലെ ഇല്ലേ. വൈ ഡോണ്ട് യു എന്റർടൈൻ എ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഇൻസ്റ്റെഡ് ഓഫ് എ ഫിക്സഡ് മൈൻഡ് സെറ്റ്? ചിന്തിക്ക്. മാൻ ഈസ് എ തിങ്കിങ് ആനിമൽ. അതിൻ്റെ തെളിവെന്താ? ഇപ്പോഴും പക്ഷികളുടെ കൂട് ഒന്ന് തന്നെയാണ്. അന്നിങ്ങനെയാ, ഇന്നങ്ങനെ തന്നെ. സിംഹം മാളങ്ങളിലാണ്. എന്തുകൊണ്ട് മനുഷ്യൻ ചന്ദ്രനിൽ വരെ എത്തി? നമ്മുടെ തിങ്കിങ് പ്രോസസ് വ്യത്യാസമുണ്ട്. ഡോണ്ട് റിമെയിൻ ലൈക്ക് ഓർഡിനറി അനിമൽസ്. കാൽത്തരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇതായത് മൃഗങ്ങൾ ചെയ്യുന്നതല്ലേ. അതിലേക്കൊരു മനുഷ്യൻ പോരുത്. വി ഹാവ് ഹൈ ലെവൽ ഓഫ് തിങ്കിങ് ഫാക്കൽറ്റി. എന്നിട്ട് നമ്മുടെ കോൺട്രിബ്യൂഷനിലേക്ക് പോവാ. നമ്മുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? കുറെ ഒരു കാൽത്തരിക്കുന്നു, വിലൂറ് പണിയെടുക്കുന്നു, കടന്നുറങ്ങുന്നു. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന കോൺട്രിബ്യൂഷൻ ഉള്ളത്. അത് വേണ്ടെന്നല്ല പറയുന്നത്. അതൊക്കെ മേലെ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള അച്ചീവ്മെന്റ് എന്താണ്? Apart from your normal duties, what's your personal contribution? What's your personal growth? നിങ്ങൾ എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു? അതുകൂടി ചോദിക്കുന്നുണ്ട്. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആസ് ഹ്യൂമൻ ബീയിങ്. ഞാനൊക്കെ ഇംഗ്ലീഷ് പഠിക്കുന്ന സമയത്ത് ഞാൻ കണ്ടെത്തലേ ഉള്ളൂ, ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുമ്പോൾ എനിക്ക് ലഭിക്കാൻ പോകുന്ന ബെനിഫിറ്റ്സ് ആയിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. അത് മറ്റുള്ളവർ ചിന്തിക്കുന്നത് എനിക്ക് മാറ്റർ ആയിരുന്നില്ല എന്ന്. അതല്ല എൻ്റെ മാറ്റർ. ഞാൻ വിളിച്ചത് എൻ്റെ ഡ്രീം എൻ്റെ ലൈഫാണ്. ആ ലൈഫിൽ ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവുമ്പോൾ അതെനിക്ക് തരുന്ന ആ സ്റ്റാറ്റസ് കോ, അത് തരുന്ന ബെനിഫിറ്റ്സ് എന്താണെന്ന് ഞാൻ ആദ്യമേ കണ്ടു. അതായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ പബ്ലിക് സ്പീക്ക് ആരംഭിക്കുമ്പോൾ എൻ്റെ മനസ്സിലായിരുന്നു, നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവുമ്പോൾ അതെനിക്ക് തരുന്ന ബെനിഫിറ്റ്സ് എന്താണ്, അതായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ ട്രെയിനർ ആഗ്രഹിച്ചപ്പോൾ ഞാൻ ട്രെയിനർ ആവുമ്പോൾ കിട്ടാവുന്ന ബെനിഫിറ്റ്സ് എന്തായിരുന്നു, അതായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. ബുക്കുകൾ വായിക്കുമ്പോൾ, അറിവ് കിട്ടുമ്പോൾ അതിലൂടെ കിട്ടാവുന്ന ബെനിഫിറ്റ്സ് എന്താണ്, അതായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. ഞാൻ ബന്ധങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ ബന്ധങ്ങൾ തരുന്ന ബെനിഫിറ്റ്സ് എന്താണ്, അതായിരിക്കും ഇൻസ്പിറേഷൻ. നമ്മുടെ ഒക്കെ നിങ്ങളൊരു കോഴ്സ് പഠിക്കുമ്പോൾ, നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും അത് തരുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് ഡ്രീമാണ് മക്കളത്? വേസ്റ്റ് ഓഫ് യുവർ ടൈം. അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലാത്ത ഡ്രീമിന്റെ പുറകെ പോകുമ്പോഴാണ് പകുതി വെച്ച് പ്രശ്നങ്ങൾ വരുമ്പോൾ ഉപേക്ഷിച്ചു പോകുന്നത്. ഒരു ജിമ്മിന് പോകുന്നവന്റെ മനസ്സ് എങ്ങനെയായിരിക്കണം? ബോഡി ബിൽഡ് ചെയ്യുന്നതായിരിക്കണം. അതിന്റെ ബെനിഫിറ്റ്സ് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ ഇല്ലെങ്കിൽ അത് കുറച്ച് തുടങ്ങും, അവിടെ നിർത്തും. അത് ആരും തെറ്റൊന്നുമല്ല. അത് ചെയ്തെടുക്കാന്ന് പറഞ്ഞാൽ എന്താ, അത്രയ്ക്ക് അവന്റെ കമ്മിറ്റ്മെന്റ് അതിൽ വരുത്തണം. നിങ്ങളിപ്പോ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആഗ്രഹിച്ചാൽ ആ ഇംഗ്ലീഷ് ഫ്ലുവൻസ് നേടുന്ന പിക്ചർ കാണുന്ന നിങ്ങൾ, അല്ലാതെ നിങ്ങൾ ക്ലാസ്സിൽ വന്നു കോഴ്സ്, അങ്ങനെയില്ല. നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ എക്സൈറ്റ്മെന്റ് ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഡ്രീമിന് ഒരു പവർ ഉണ്ടാവില്ല. അതുകൊണ്ട് ദലൈ ലാമ പറഞ്ഞത്, ദ പവർ ഓഫ് യുവർ ഡ്രീം ഈസ് ദ പവർ ഓഫ് യുവർ ആക്ഷൻ. ആബ്സല്യൂട്ട്ലി ട്രൂ. അപ്പൊ നിങ്ങൾ കണ്ട ഡ്രീമിന്റെ പവർ എന്താണ്? അതൊരു ഇൻസ്പയറിംഗ് ഡ്രീമാണോ, പുള്ളിങ് ഡ്രീമാണോ? അല്ലാതെ ഒരു ഡ്രീമിൽ കണ്ടിട്ട് ഒരു കാര്യമില്ല. അതിന് ഡ്രീം ഞാൻ വിളിക്കില്ല, എ വിഷ്, ഒരു ആഗ്രഹം. അത്രേ ഉള്ളൂ. എലിയനോ റൂസ്വെൽറ്റ് പറഞ്ഞ മനോഹരമായ ഒരു കോൺസെപ്റ്റിന്റെ ഡ്രീമിനെ കുറിച്ചിട്ട്, ഫ്യൂച്ചർ ബിലോങ്സ് ടു ദോസ് who believe in the beauty of their dreams. Future belongs to those who believe in the beauty of their dreams. Absolutely true. തന്റെ സ്വപ്നങ്ങളുടെ സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നവർക്കാണ് ഭാവി. അവിടെ മഹാന്മാർ പറഞ്ഞ, not the history of the past, but the dream of the future should be a true inspiration today. ആ മൈൻഡ് സെറ്റിലേക്കാണ് ഓരോ വ്യക്തിയും കടന്നു വരുന്നത്. ഫ്യൂച്ചർ, മൈ ഫ്യൂച്ചർ, അതൊരു മനോഹരമായ ഫ്യൂച്ചർ ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പ്രസന്റിൽ ഇൻസ്പിറേഷനാണ്. പിന്നെ എന്തുകൊണ്ടാണ് കാലത്ത് എനിക്കും ഒരു മൂഡില്ലാത്ത? പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. എനിക്കത് എന്തുകൊണ്ട് ചെയ്യുന്നു, അവരെന്തിനെനിക്ക് മനസ്സിലാവില്ല. കാരണം ഗെറ്റ് അപ്പ് വിത്ത് ഡിസിഷൻ, ഗോ ടു ബെഡ് വിത്ത് സാറ്റിസ്ഫാക്ഷൻ. കാലത്തെനിക്കുമ്പോ ഒരു തീരുമാനം, ഉറങ്ങുമ്പോൾ അത് നടപ്പിലാക്കിയതിന്റെ സാറ്റിസ്ഫാക്ഷൻ. Then you are becoming a different man. You are getting transformed. So dear friends, believe in your dream. Believe in your dream. Have a dream, believe in your dream and make it happen. That is the real processing of achievement. You can do it.
Who can block you? Only you can. അതുകൊണ്ടല്ലേ പറയുന്നത് no one can beat you unless you beat yourself. You become irresistible when you are committed to dream. കണ്ട സ്വപ്നത്തുള്ള ആത്മാർത്ഥ്യം ഉണ്ടെങ്കിൽ you can make it happen.